വിശ്വാസത്തിൽ നിന്നും ഇടം വലം വ്യതിചലിക്കരുത്. എല്ലാ വിശ്വാസവും ഒന്നല്ല, എല്ലാ ദൈവങ്ങളും ഒന്നല്ല. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഏക രക്ഷകനെന്നാണ് പറയുന്നത്. അത് യേശുക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 11-ലും 12-ലും മറ്റാരിലും രക്ഷയില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാണ്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കു വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതിൽ വെള്ളം ചേർത്തതാണ്, ഇതിൽ ഇടകലർത്തിയതാണ് ലോകത്തിൻ്റെ ദുരന്തം, കുടുംബങ്ങളുടെ പരാജയം. ചേർന്ന് പറ ഹല്ലേലൂയ. നിയമവർത്തനം 4:39 പറയുന്നു, മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അറിഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഹൃദയത്തിൽ ഉറപ്പിക്കണം. എല്ലാ ദൈവങ്ങളും ഒന്നല്ല, എല്ലാ സത്യവും ഒന്നല്ല. ഇത് വിശ്വസിക്കണം. താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി, ഏതോ ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി ആരോ പറഞ്ഞതുകൊണ്ട് മന്ത്രവാദികളുടെയോ ജ്യോതിഷത്തിൻ്റെയോ കൈനോട്ടക്കാരൻ്റെയോ ആവിചാരക്കാരൻ്റെയോ ക്ഷുദ്രവിദ്യക്കാരൻ്റെയോ മൃതസന്ദേശ വിദ്യക്കാരുടെ പിറകെ പോകരുത്. പള്ളിയിലെ പ്രദക്ഷിണവും അമ്പലങ്ങളിലെ ഉത്സവവും ഒന്നല്ല. ഈസ്റ്ററും ഓണവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഓണവും ഈസ്റ്ററും ഒന്നല്ല. നബിദിനവും ക്രിസ്തുമസും ഒന്നല്ല. ചേർന്ന് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഡോക്ടറേറ്റുള്ള വൈദികരോട്, ചില പിതാവിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിതാവേ, പൂക്കളവും അത്തപ്പൂക്കളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻ്റെ അടുത്ത് അവർ പറഞ്ഞ്, പൂക്കളമാകാം, അത്തപ്പൂക്കളം ഇടരുത്. ഞാൻ എല്ലാ പള്ളികളിലും പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ്, ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. പൂക്കളമാകാം, അത്തപ്പൂക്കളം അപകടമാണ്. അത് അനാചാരങ്ങളിലുള്ളതാണ്. നമ്മുടെ മക്കൾ ഇത് ആഘോഷിക്കുമ്പം നമ്മൾ കൂട്ടു നിൽക്കരുത്. അമ്മമാരെ, നമ്മളതിൽ പോകരുത്. അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയത്ത് പോയി ആഘോഷിച്ച് പൊരിയും മേടിച്ച് അതാണ് അങ്ങനെ കരിമ്പ് മേടിച്ച് കടിച്ചുകൊണ്ട് കൊച്ചുമക്കളുമായിട്ട് എന്തോ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വീട്ടിൽ വരുമ്പം ഇതിൻ്റെ സ്പിരിറ്റ് നമ്മുടെ മക്കളെ ബാധിക്കും. ഉദാഹരണം പറയാം, ആദ്യത്തെ ഉത്സവം നടന്നത് എവിടെയാണെന്നറിയാമോ? ആദ്യത്തെ ഉത്സവം നടന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലാണ്. 32-ാം അധ്യായം. ഇസ്രായേൽ ജനത്തെ മഹാദുരന്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച് ചെങ്കടലിലൂടെ കൊണ്ടുവന്നതിന് ശേഷം ഇസ്രായേൽ ജനം അഹരോൻ എന്ന പുരോഹിതനോട് പറയുകയാണ്, നീ ഞങ്ങളെ കൊണ്ടുവന്ന മോശെ കാണാനില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ദേവന്മാരെ ഉണ്ടാക്കി തരിക. അഹരോൻ ഭയപ്പെട്ട്, അഹരോനെ കൊല്ലുമെന്നുള്ള രീതിയിൽ ഭയപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ കഴുത്തിലും കാതിലെല്ലാം കിടന്ന സ്വർണം ഊരിയെടുത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി കാളക്കുട്ടിയുടെ മുമ്പിൽ അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ച ഉത്സവം. തീറ്റിയും കുടിയും ഡാൻസും അന്ന് തുടങ്ങിയതാണ് മഹാവിപത്ത്. പുറപ്പാടിൽ മോശ അഹരോനോടൊരു ചോദ്യം ചോദിച്ചു, ഈ ജനത്തിൻ്റെ മേൽ ഇത്രയും വലിയൊരു നീചമായ പ്രവൃത്തി ചെയ്തു വെക്കാൻ അവർ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് തുടങ്ങിയ മഹാദുരന്തമാണ് ഇന്നും പേറുന്നത്. അതുകൊണ്ടൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പറയുകയാണ്, അമ്പലത്തിലെ ഉത്സവങ്ങളും പള്ളിയിലെ പ്രദക്ഷിണങ്ങളും ഒരുപോലെ കണ്ടുകൊണ്ട് ഇടകലർന്ന് ആചരിക്കാൻ പോയിട്ട് വരുമ്പോൾ അതിൻ്റെതായ എല്ലാവിധ ഭവിഷ്യത്തുകളും സ്പിരിറ്റുകളും നമ്മുടെ കുടുംബങ്ങളിലേക്കും കൊച്ചുമക്കളിലേക്കും കയറി. അങ്ങനെ കയറിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് യുവതി യുവാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും പള്ളിയിൽ വരണമെന്നൊരു താല്പര്യമില്ല, കുർബാനയ്ക്ക് പങ്കെടുക്കണമെന്നൊരു താല്പര്യമില്ല, മതബോധനത്തിന് വരാൻ പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എല്ലാ പുസ്തകവും വായിക്കും, 3 മണിക്കൂർ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റിലിരിക്കും. ഈ ബൈബിളൊന്ന് തുറക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. 3 ദിവസം 6 ദിവസം ടൂർ പോകും, 3 ദിവസം ധ്യാനമെന്ന് കേട്ടാൽ അവർക്ക് വെപ്രാളമാണ്. ബെഞ്ചിരിച്ച കൊന്തയോ ഉത്തിരിയുമോ കഴുത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചു പൊട്ടിച്ച് കളയുന്ന കാരണം എന്താ? ഈ പൈശാചിക സ്പിരിറ്റ് കയറിയതാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം, അത് തെറ്റാണെന്ന് പറയണം. അവരെതിർത്താലും അത് തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. ചേർന്ന് പറ ഹല്ലേലൂയ. എന്നാൽ ചില അമ്മമാർ നിർഭാഗ്യവശാൽ കുഞ്ഞുങ്ങളെയൊക്കെ മഹാദുരന്തത്തിലേക്ക് നയിക്കുന്നത് ചില അമ്മമാരാണ്. 1-ാം പ്രമാണം അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മമാരെ സ്വർഗത്ത് എത്തത്തില്ല. ശുദ്ധീകരണ സ്ഥലം പോലും ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ
നിറ കണ്ണുകളോടുകൂടി ഏറ്റു പറയണം ഇന്നത്തെ കുമ്പസാരത്തിൽ. ഇനി പോകരുത് അമ്മമാരെ, കൊച്ചുമക്കളുമായിട്ടൊന്നും അമ്പലങ്ങളുടെ ഉത്സവങ്ങൾക്ക് ഒന്നിനും പോകരുത്. അത് ദൈവ നിന്ദയാണ്. ഓണത്തിന് ഈ എന്താ പറയുക, ഓണത്തിൽ ഈ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഒരു വ്യക്തിനെ അല്ല ആഘോഷിക്കേണ്ടത്. മറിച്ച് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് കല്ലറ പൊട്ടിച്ച് മൂന്നിൻ്റെ അന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പരിശുദ്ധ കുർബാനയിലായിരിക്കുന്ന ഏക സത്യ ദൈവത്തെയാണ് ആഘോഷിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്. ഈ നിലപാടെടുത്തതാണ് വർഷങ്ങളായിട്ട് ഇന്നിവിടെ നിൽക്കാൻ പറ്റുന്നത് പോലും. ചേർന്ന് പറ ഹല്ലേലൂയ.